സ്തോത്രം. കാലാവസാനം ഗുണമാക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവ് ഞങ്ങളുടെ വചനം ശ്രദ്ധിക്കുന്ന ഓരോ ജീവിതങ്ങളോടും പരിശുദ്ധാത്മാവിൽ ഇടപെടണമേ. കഷ്ടത്തിലിരിക്കുന്നവരുണ്ട്, വേദനയിലിരിക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിലിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിൽ പാപത്തിന് ഏതെങ്കിലും അടിമപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ സൗഖ്യവും സമാധാനം വിടുതലും മനസ്സാന്തരം ഉള്ളങ്ങളിൽ നൽകി രക്ഷയിലേക്ക് അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെയും കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആത്മമന്ന ലഭിക്കുമോ? പണം കൊടുത്താൽ മണിമേട വാങ്ങാം. ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ. യേശുവിനരികിൽ നീ വാവാ. രക്ഷിതാവിനരികിൽ നീ വാവാ. യേശുവിനരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പുസ്തകങ്ങൾ വാങ്ങാം. ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ? പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം. ആ പണം കൊടുത്താൽ നിത്യസൗഖ്യം ലഭിക്കുമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ. യേശുവിനരികിൽ നീ വാവാ. രക്ഷിതാവിനരികിൽ നീ വാവാ. യേശുവിനരികിൽ നീ വാവാ. പണം കൊടുത്ത നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നവനായ കുഞ്ഞാടായ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന് പാപികളായിരിക്കുന്ന മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിൽ മനുഷ്യന്റെ വേഷം ധരിച്ചുകൊണ്ട് 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു. അതിനു മുൻപ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാന്യശ്രോതാവേ, നിങ്ങൾ എവിടെയിരുന്ന് ദൂരത്തും ചാരത്തുമായി നിങ്ങൾ ആരാ ഈ ശബ്ദപ്രതിക്കുള്ളിലായിരിക്കുന്നു, വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ പറയുന്ന ഓരോ ദൈവിക വചനങ്ങളും പാപത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ മതിയായതാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. കഷ്ടതയും വേദനയും ദുഃഖവും പ്രയാസവും പ്രതികൂലവും നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷ തേടി മറ്റു പലതിലും ആശ്രയിച്ചുകൊണ്ട് പലതിലേക്ക് കടന്നു പോവുകയാണ്. എവിടെയാണ് ഒരു രക്ഷ കിട്ടുന്നത്? എവിടെയാണ് ഒരു സന്തോഷം ലഭിക്കുന്നത്? എവിടെയാണ് ഒരു സമാധാനം ലഭിക്കുന്നത്? സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് യേശു ക്രിസ്തു. ജീവിക്കുന്ന ദൈവമാണ്. മറ്റൊരുത്തരിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമാണ് യേശു. യേശു എന്നുള്ള നാമത്തിന്റെ അർത്ഥം എന്താണ്? യേശു എന്ന നാമത്തിന്റെ അർത്ഥം യഹോവ ശുവ എന്നാണ്. യഹോവ രക്ഷിക്കുന്നവൻ. എന്തിൽ നിന്ന് രക്ഷിക്കുന്നു? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതിനെ വ്യാഖ്യാനിച്ചാൽ നിന്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. നിന്റെ പാപ സ്വഭാവം മാറ്റുവാൻ മറ്റെന്തിനു കഴിയും?
നിന്റെ പാപ സ്വഭാവം നീക്കുവാൻ മദ്യപാനിയായ ഒരു മനുഷ്യൻ മദ്യപാനം മാറ്റിയാൽ അവൻ മദ്യം കുറച്ചുനാൾ ഉപയോഗിക്കത്തില്ല, വേറെ വഴി തേടും, സിഗരറ്റ് വലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ വേറെ മയക്കുമരുന്ന്, അല്ലെങ്കിൽ വേറെ അത് ഒന്ന് മാറ്റി വേറൊന്നിലേക്ക് നീങ്ങത്തേ ഉള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന് നിന്റെ പാപരോഗം മാറ്റുവാൻ കഴിയും, നിന്റെ പാപ സ്വഭാവം നീക്കുവാൻ കഴിയും. അതുകൊണ്ട് പാപ സ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കത്തില്ല. മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ പ്രശ്നം എന്താണ്? മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മൂലകാരണം പാപമാണ്. പാപം ആദി മനുഷ്യനായ ആദാം ലംഘനം ചെയ്ത് പാപിയായി തീർന്നു. അങ്ങനെ പാപം ഈ ലോകത്തിൽ കടന്നു. മനുഷ്യാന്തിന്റെ പാപം മാറ്റുവാൻ വേണ്ടി ഒടുക്കത്തെ ആദാമായിട്ട് യേശു പ്രത്യക്ഷനായി. നിന്റെ പാപത്തെ, എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. യേശു ഇന്നും ജീവിക്കുന്നു. അനേകം മത നേതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ നേതാക്കളുടെ കല്ലറകൾ തുറന്നു കിടക്കുമ്പോൾ, അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ. യേശു ക്രിസ്തു ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് അബദ്ധത്തിൽ നിന്നല്ല, ഇത് അശുദ്ധിയിൽ നിന്നല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം ജീവിക്കുന്നു, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം പരിശുദ്ധരാണ്, ദൈവം നീതിമാനാണ്. നീതി ന്യായവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിലേക്ക് വരിക, നിന്റെ പാപ വഴികളെ ഉപേക്ഷിക്കുക. നീ ഒരു മദ്യപാനിയായിരിക്കാം, നിന്റെ മദ്യപാനത്തിൽ നിന്ന് നമ്മെക്കുറിച്ച് പ്ലാനുണ്ട്, നമ്മളെക്കുറിച്ച് അവന്റേതായ പദ്ധതികളുണ്ട്. അത് ശുഭകരമാണ്, അനുഗ്രഹമാണ്. എന്നാൽ നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നിനക്ക് ശുഭത, അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതാണ് ലോകത്തിൻ്റെത്. എന്നാൽ നിത്യമായതൊന്നുണ്ട്. നോക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചവനാണ്. ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗമുണ്ട്, സാത്താനും കൂട്ടർക്കും വേണ്ടിയുള്ള നരകമുണ്ട്. നോക്കുക, നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നിനക്ക് നിത്യ രക്ഷ ലഭിക്കും. നീ പാപത്തിൽ തുടരുന്ന വ്യക്തിയാണ്, പാപം നിന്നെ കാർന്നു തിന്നുകയാണ്, പാപത്തിന്റെ കരാള ഹസ്തത്തിൽ നീ മുറുകിക്കിടക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന് നിന്റെ പാപ സ്വഭാവങ്ങളെ മാറ്റുവാൻ കഴിയും. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നീ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിച്ചാൽ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനമില്ല, നിന്റെ വീട്ടിൽ നിനക്ക് സ്വസ്ഥതയില്ല. നീ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പങ്കാളിക്ക് സ്വസ്ഥതയില്ല, നിനക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് സ്വസ്ഥതയില്ല. അവരുടെ ഭാവി എന്തായിത്തീരും? നീ മാനസാന്തരപ്പെടുക, പാപ വഴികളെ ഉപേക്ഷിക്കുക, പരിശുദ്ധനായ ദൈവത്തോടുകൂടെ നിത്യകാലം സ്വർഗത്തിൽ നിത്യസമാധാനത്തിൽ നിത്യാനന്ദത്തിൽ കഴിയുവാൻ വേണ്ടി ദൈവം നിന്നെ വിളിക്കുന്നു. നല്ല പിതാവേ, ഈ ദേശത്തിനായി സ്തോത്രം. ഈ ദേശത്ത് താമസിക്കുന്ന എല്ലാ മാന്യ കുടുംബങ്ങൾക്കായി സ്തോത്രം, സഹോദരങ്ങൾക്കായി സ്തോത്രം. നീ അവരെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. നിന്റെ വചനം ഈ പ്രഭാതകാലത്ത് വിളിച്ചറിയിക്കുന്നത് ഓരോ വ്യക്തിക്കും, കുടുംബത്തിനും, തലമുറകൾക്കും വിടുതലും അനുഗ്രഹവും ശാശ്വതമായ സമാധാനത്തിനും കാരണമായി തീരണമേ. ദൈവകൃപ അവരിലേക്ക് വരുവാനും ദൈവിക സമാധാനം, ദൈവിക ജീവൻ അവരിലുണ്ടാകുവാൻ ഇടവരുത്തണമേ. രോഗികളെ സൗഖ്യമാക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. വചനം പറയുവാൻ ദാസനെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.